ഹായ് ഓൾ. ഇപ്പം ഇലക്ട്രോണിക്സ് ഉദ്യോഗാർത്ഥികൾ നിരന്തരം നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കേരള PSCയിൽ അവർക്കിനി വരാൻ പോകുന്ന അവസരങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. അപ്പം വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ഇലക്ട്രോണിക്സിന്റെ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പം ഇലക്ട്രോണിക്സ് ഉദ്യോഗാർത്ഥികൾക്കായിട്ട് കിട്ടാവുന്നതിൽ തന്നെ ഏറ്റവും മികച്ച ഒരു അധ്യാപന ജോലിയെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. മറ്റൊന്നുമല്ല, എഞ്ചിനീയറിംഗ് കോളേജുകളിലേക്കുള്ള അസിസ്റ്റന്റ് പ്രൊഫസറിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ വരുന്നുണ്ട്. അപ്പം ഇലക്ട്രോണിക്സ് ഉദ്യോഗാർത്ഥികൾക്ക് വളരെ നല്ലൊരു അവസരമാണ് വരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു നോട്ടിഫിക്കേഷന്റെ പ്രീവിയസ് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസും അതുപോലെ ലാസ്റ്റ് എക്സാം ഡീറ്റെയിൽസും ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന്റെ ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നത് 725/2021 കാറ്റഗറി നമ്പറിലാണ്. BE or BTech and ME or MTech in relevant branch with first class or equivalent either in BE or BTech or ME or MTech ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. സ്കെയിൽ ഓഫ് പേ AICT സ്കെയിൽ ആണ്. അതേപോലെ ഏജ് ലിമിറ്റ് 20 തൊട്ട് 39 വയസ്സ് വരെ ആയിരുന്നു പ്രീവിയസ് നോട്ടിഫിക്കേഷനിൽ. ഇപ്പോൾ ഏജ് ലിമിറ്റും കാര്യങ്ങളും ഒക്കെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിലെ എക്സാം ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 14/11/2024 ആണ്. കട്ട് ഓഫ് 31, മാക്സിമം മാർക്ക് 45 ആയിരുന്നു. 75 പേരുള്ള മെയിൻ ലിസ്റ്റിൽ നിന്ന് 28 പേർക്ക് ഇതുവരെ അഡ്വൈസ് പോയിട്ടുണ്ട്. നമുക്കറിയാം കേരള PSCയുടെ പുതിയൊരു ട്രെൻഡ് എന്ന് പറയുന്നത് തന്നെ റാങ്ക് ലിസ്റ്റ് തീരുന്നതിന് മുമ്പ് തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ വരികയും അതിന്റെ എക്സാം കണ്ടക്ട് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ 2024 നവംബറിലാണ് ഇതിന്റെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത്. ഇപ്പോൾ 2027 നവംബറിലേക്ക് ഇതിന്റെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി കഴിയും. അതുകൊണ്ട് തന്നെ അതിനു മുമ്പ് നോട്ടിഫിക്കേഷൻ വരികയും എക്സാം കണ്ടക്ട് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ നിങ്ങൾക്കറിയാം അസിസ്റ്റന്റ് പ്രൊഫസർ പോലുള്ള ഒരു പോസ്റ്റിനൊക്കെ സിലബസ് എന്ന് പറയുന്നത് അത്യാവശ്യം വാസ്റ്റ് ആയിട്ടുള്ള സിലബസ് ആണ്. നല്ല രീതിയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ, കൺസെപ്റ്റും ക്ലാരിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ മുൻനിരയിൽ എത്താൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്യണം. നമുക്ക് നോട്ടിഫിക്കേഷൻ വരുമെന്ന് ഉറപ്പുള്ളൊരു പോസ്റ്റാണിത്. അപ്പോൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ നേരത്തെ തന്നെ തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്ന ടൈമിലേക്ക് നിങ്ങൾക്ക് ഒരു സിലബസിന്റെ ഏകദേശം കവർ ചെയ്യാനും നിങ്ങൾക്ക് റിവിഷനുള്ള ടൈമും ഒക്കെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ANS അക്കാഡമിയിൽ അസിസ്റ്റന്റ് പ്രൊഫസറിന്റെ ലോങ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ബാച്ചിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. അപ്പം ഈ ഒരു പോസ്റ്റിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതിനെ എങ്ങനെ പഠിക്കണം, ഇതിന്റെ സിലബസ് എന്താണെന്നൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ട്സ് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവും. അപ്പം ഈ ഡൗട്ട്സുകളൊക്കെ ക്ലിയർ ചെയ്യുന്നതിനായിട്ട് നിങ്ങൾക്ക് ഒരു ഫ്രീ വെബിനാർ നമ്മുടെ ANS അക്കാഡമിയിൽ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. വെബിനാർ വരുന്നത് ജൂൺ 23 രാത്രി 8 മണിക്കാണ്. അപ്പോൾ ഈ ഒരു വെബിനാറിൽ പങ്കെടുക്കുന്നതിനായിട്ടും നിങ്ങൾക്ക് താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. അപ്പം ആരും മറക്കണ്ട, ജൂൺ 23 രാത്രി 8 മണിക്കാണ് വെബിനാർ വരുന്നത്. അപ്പം അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓൾ ദ ബെസ്റ്റ്.